വേറൊന്നുമില്ല, ഷൂട്ടിംഗ് നടക്കായിരുന്നു. സത്യം പറഞ്ഞുകൊണ്ടല്ല, വികാര നിർഭരമായ ഒരു രംഗം. നായികയും നായകനും തമ്മിൽ പിരിയുമ്പോൾ നായികയുടെ കൂട്ടുകാരി നായിക ആശ്വസിപ്പിക്കണം. നായിക കരയുന്നു. എനിക്ക് കരച്ചിൽ വന്നെണ്ണ. ഞാൻ ഇത്രയും നല്ലൊരു സീൻ അടുത്ത കാലത്ത് എന്തൊരു ഡയറക്ഷൻ ഇയാൾ ഇവിടെ ജനിക്കേണ്ട ആളല്ല അണ്ണാ. വല്ല മറ്റേ ഹോളിവുഡില്ലേ അവിടെ ജനിച്ചിരുന്നെങ്കിൽ ഇയാളുണ്ടല്ല ഓസ്കറുകൾ ഇയാളുടെ വീട്ടിൽ ഇങ്ങനെ അടുക്കി നിരത്തി വെച്ചിട്ട് അത്രയ്ക്ക് എന്തൊരു സീനാണ് അത്. എനിക്ക് അണ്ണാ ഇതാരും നോക്കണേ, രോമാഞ്ചം കണ്ട. എന്റെ മക്കള് പിന്നെ ഫോൺ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ ഒരു പടം എടുക്കാൻ പോവാണ്. അപ്പോഴാണ് തെറ്റിയത്. അത് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഇവന്റെ പടമൊന്നും അത്ര ശരിയല്ല ഡിക്രൂസിന്റെ, അവൻ വേറെ പോഴനാണ്. പിന്നെ എന്തിനു കണ്ടോണ്ട് ഞാൻ ഇവന്റെ പടത്തിന് അത് ഈ ഡിക്രൂസിന്റെ പടം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലാസ്സാണ്. അണ്ണന്റെ മക്കളെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വേറെ ടൈപ്പ്. അണ്ണന്റെ മക്കളെ കാണുന്ന പടം വേറെ ടൈപ്പ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇറക്കണ പൈസക്ക് വിലയുണ്ട്, അത് തിരിച്ചു കിട്ടണം. അതാ അണ്ണാ ഞാൻ പറഞ്ഞോട്ടെ, അണ്ണനെ തിരിച്ചു കിട്ടുന്ന മാത്രമല്ല ലാഭം കിട്ടും, ലാഭത്തിന്റെ മേൽ ലാഭം കിട്ടും. അണ്ണന് അബ്ജക്ഷൻ ഉണ്ടാ? ഞാൻ ചോദിക്കട്ടെ, അണ്ണൻ ഒരു 2 കോടി എക്സ്ട്രാ കിട്ടുന്നതിൽ അണ്ണന് വിഷമം ഉണ്ടാ? ഇല്ല. പക്ഷെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവനെ ഒരുത്തനെ ഞാൻ വിടില്ല. അറിയാമല്ലോ നിനക്ക് എന്റെ സ്വഭാവം. അവന്റെ നട്ടല് അതിനൊന്നും ആവശ്യമില്ലെന്ന്. അണ്ണാ അസാധ്യ പടം. ഇപ്പൊ ഈ സീൻ അണ്ണ വന്ന് കാണണമായിരുന്നു. അടുത്ത സീൻ ഞാൻ ഷൂട്ടിങ് കാണിച്ചു തരാം. അപ്പൊ ഇവന്റെ കഴിവ് മനസ്സിലാവും. ഇവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ വലിയ ഡയറക്ടർ പോലെ താടി ഇവനില്ല, പക്ഷെ താടി ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. വലിയ താടി. വിശ്വാസമുണ്ടോ? നമ്മൾ ഈ പടം എടുക്കാൻ ഭാർഗവണ്ണ ഈ പടം എടുക്കാൻ പോണ വിവരം വെളിയിലറിഞ്ഞ ചാനലുകാർ അണ്ണനെ വന്ന് പൊതിയും. അണ്ണനെ വളഞ്ഞിട്ട് ഞങ്ങൾക്ക് തരണം സാറ്റലൈറ്റ്. ഇവന്റെ കയ്യിൽ 7 കഥയുണ്ട്, ഒന്നിനൊന്ന് മെച്ചം. നീ കേട്ടോ? ഞാൻ കേട്ടു. ഞാൻ ഇന്നല്ല കേട്ടത്, ഇന്നത്തെ കഥ കേട്ടിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പ് 7 കഥ കേട്ടപ്പോ 7 സുന്ദര കഥയണ്ണ. മക്കള് പറയണത് കൊള്ളൂല്ലേ? മക്കള് പറയണ എന്താണെന്ന് വെച്ചിരുന്നാല് അണ്ണാ, അണ്ണന്റെ മക്കളെന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള പാർട്ടികളാണ്. അണ്ണന്റെ സ്റ്റാൻഡേർഡ് അറിയാമല്ലോ. അണ്ണനെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ചിന്തിക്കുന്നതല്ല. അണ്ണനൊക്കെ വലിയ സാഹിത്യകാരന്മാരുടെയൊക്കെ നോവലിലൊക്കെ വായിക്കുന്ന ആളല്ലേ. ആ സ്റ്റാൻഡേർഡ് അല്ല ഇത്. പണം വാരി പടങ്ങളുടെ ഒരു അണ്ണനെ പൈസ കിട്ടും. അത് മതിയല്ലോ. വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ വേറെ അണ്ണന്റെ റോളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയാണ്, ഭാർഗവൻ സാറിനെ പോലുള്ള ഒരാൾക്ക് ചെറിയ വേഷം എങ്ങനെ കൊടുക്കും, ഒരു വലിയ വേഷം കൊടുക്കണമെന്ന്. അവർക്ക് വലിയ വേഷം കൊടുക്കുന്നത് വലിയ വേഷം അങ്ങ് പയറുപോലെ ഇട്ടില്ലേ? ശരിയാവോടെ? ഇതെന്ത് ചോദ്യമുണ്ട്? ഞാൻ പഴയ കഥകളൊക്കെ എനിക്കറിയാം. അണ്ണ അഭിനയിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അണ്ണ അഭിനയിക്കാതിരുന്ന ഇത് 100 ദിവസം, അണ്ണ അഭിനയിച്ചാൽ 200 ദിവസം. ഏത് വേണം? ഞാൻ ചെയ്ത് നോക്കാന്നൊരു വാക്ക് പറയാം. അണ്ണന്റെ എളിമയാണ്, അണ്ണന്റെ വിനയമാണ്. അണ്ണനെ ലാട്ടറി അടിച്ച് എന്തുകൊണ്ട് അണ്ണനെ മാത്രം അടിച്ചു? എനിക്കടിച്ചില്ലല്ലോ. അതൊക്കെ ഒരു ഭാഗ്യമല്ല. അണ്ണന്റെ മിടുക്ക്, അണ്ണന്റെ കഴിവ്. അണ്ണന് ഇങ്ങനെ നടന്നു പോയപ്പോ അണ്ണന് തോന്നി ഈ കടയിൽ നിന്നെടുത്ത ലാട്ടറി അടിക്കും തോന്നി അണ്ണനെ. എന്തുകൊണ്ട് തോന്നിയത്? അണ്ണന്റെ ബുദ്ധി. അത് ഭാഗ്യം എന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി. ഈശ്വരനുകളുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ആൾക്കാർ അസൂയക്കാര് അത് പറയുന്നുണ്ട്. അണ്ണ റൊട്ടി അണ്ണ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉള്ളവന്മാർ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി റൊട്ടി കച്ചവടം എന്ത് മോശം?